അപ്പോൾ എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തുടക്കം ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത് വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോ ആൻ്റണി എന്നിവർ മുഖ്യ കഥാപാത്രമായ ചിത്രമാണ് തുടക്കം. തുടക്കം എന്ന ചിത്രം ഇന്ന് കർക്കിടകവാവാണ്. ഇന്ന് മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കേരള ട്രാക്കിംഗ് കളക്ഷനും ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് മികച്ച രീതിയിൽ കളക്ഷൻ കിട്ടുമെന്ന് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും പ്രകാരം 1,50,00,000 ട്രാക്കിങ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏകദേശം 1,80, 2 കോടി റേഞ്ചിലേക്ക് ഇന്ന് കളക്ഷൻ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് മികച്ച രീതിയിലുള്ള കളക്ഷൻ വന്നു കഴിഞ്ഞാൽ കേരള കളക്ഷൻ ഏകദേശം 16 കോടിയിലേക്ക് എത്തും. ഇന്നലെ വരെ ഫാക്നിക്കിൻ്റെ കണക്ക് പ്രകാരം 13,92,00,000 അങ്ങനെയെങ്കിൽ 2 കോടി നേടിക്കഴിഞ്ഞാൽ ഏകദേശം 15,92, 16 കോടി റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ആദ്യത്തെ 6 ദിവസം കൊണ്ട് തന്നെ 16 കോടി കേരള കളക്ഷൻ നേടുക എന്ന് പറയുന്നത്, അതും ഒരു നായിക പ്രാധാന്യമുള്ള ചിത്രം നേടുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ അപൂർവമായ സംഗതിയാണ്. അത് തുടക്കം നേടുന്നു എന്നുള്ളത് വിസ്മയെ സംബന്ധിച്ചും ജൂഡ് ആൻ്റണിയെയും സംബന്ധിച്ചൊക്കെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച നമ്മുടെ ഓണം റിലീഫുകൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഓണം റിലീഫുകൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വിജയമായില്ലെങ്കിൽ തുടക്കത്തിന് അനുകൂലമായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫാമിലി ഡ്രാമയാണല്ലോ. ഫാമിലി ഡ്രാമയാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രീ പ്രേക്ഷകർ വളരെ കൂടുതലായിട്ട് തിയേറ്ററിൽ കയറുന്നു, മികച്ച രീതിയിലുള്ള കളക്ഷൻ വരുന്നു. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ എക്സാമാണ്. അപ്പം കുടുംബ പ്രേക്ഷകർ പൊതുവേ ഒന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ശനി ഞായർ ദിവസങ്ങൾ കൊണ്ട് ഇത് 50 കോടി പിന്നിടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുപോലെ ഇന്നും നല്ല ബുക്കിംഗ് ഉണ്ട്. ഇന്നും കേരള കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ 2 കോടിക്കടുത്ത് നേടാനുള്ള സാധ്യതയുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടി പിന്നിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലെ വരെ വേൾഡ് വൈഡ് കളക്ഷൻ 29,68,00,000 ഇന്നലെ വരെ വേൾഡ് വൈഡ് കളക്ഷൻ എങ്കിൽ ഇന്നുകൊണ്ട് അത് 32 കോടി 33 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഫാക്നിക്കിൻ്റെ കണക്കും പ്രകാരമാണ്. ചില ട്രാക്കർമാർ ഇതിലും കുറച്ച് പറയുന്നുണ്ട്, ഇതിലും കൂട്ടി പറയുന്നവരുണ്ട്. ഏതായാലും പ്രമുഖ ട്രാക്കർമാരായ ഫാക്നിക്കിൻ്റെ കണക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചിത്രം കണ്ടവർ കമൻ്റായിട്ടിടുക. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.